ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ നമ്മുടെ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മുത്തശ്ശിയുടെ വീടാണിത്. അപ്പോൾ തിരുവോണത്തിന് നമുക്ക് വരാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ മുത്തശ്ശിക്ക് വേണ്ടി കുഞ്ഞു സാരി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ സ്ഥലം വൈക്കത്തടുത്ത് തന്നെ വടകര എന്ന് പറയുവേ. അപ്പോൾ സ്കൂബീനെയൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ചേട്ടയുടെ വീടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, വൈക്കത്തുനിന്നാണ് ഞാൻ ഓഫീസിൽ പോകുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ആ സ്ഥലം ഇതാണ് നമ്മുടെ ചാരു അമ്മൂമ്മ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സ്കൂബിക്ക് വെള്ളം കൊണ്ട് കൊടുത്തേ. കാരണം ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അവൻ ദാഹിക്കുമെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ചേട്ടൻ സ്കൂബീനെ ഇങ്ങനെ പുന്നാരിപ്പിച്ചൊക്കെ അവിടെ നിർത്തിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പപ്പടം പോളിയൊക്കെ തന്ന് കഴിക്കാൻ. കുഞ്ചുവിന് ഇത്രയും നാൾ നമ്മൾ എണ്ണമയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവൾ അവിടെ വന്നപ്പോൾ അത് മുതലാക്കി. കാരണം ഒന്നും ഞാൻ പറയത്തില്ലെന്നറിയാം, അമ്മൂമ്മ കൊടുത്തതല്ലേ. അങ്ങനെ ഞങ്ങളോട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ വർത്താനം ചാരു സ്കൂബിയോടാണ് കേട്ടോ പറഞ്ഞത്. ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ അടുക്കള. കണ്ടില്ലേ, പഴയ സ്റ്റൈല് കലമൊക്കെ കണ്ട പൊക്കത്തെ ആ വായൊക്കെ മുറിച്ച് കളഞ്ഞിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുഞ്ചുന് അവിടുത്തെ തിളപ്പിച്ച വെള്ളം വേണം, അമ്മൂമ്മയുടെ കലത്തിലെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊടുക്കുമായിരുന്നേ. അതുപോലെ ചേട്ടയെ പുറത്തെ കമ്പിളി നാരങ്ങയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയപ്പോഴാണ് ഇവിടെ വീണതാണെന്നും പറഞ്ഞത് ചാരു പറഞ്ഞ് എടുത്തോണ്ട് കൊടുക്കുന്നത്. അതുപോലെ മെയിനായിട്ടും അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണറുണ്ടേ. നമ്മുടെ നാട്ടിലെ കിണറ്റിലെ വെള്ളം പോലെയല്ല, ഇത് പൊക്ക പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് പാറയിൽ നിന്ന് പൊട്ടി ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് എനിക്ക് വെള്ളം കോരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്കിവിടെ കിണറില്ല, അഥവാ ഉണ്ടെങ്കിലും ഇതുപോലെ പൊക്കമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാന്ന് പറയുന്ന ഒരു രസമാണ്. പിന്നെ എന്താ, വെള്ളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രഷ് വാട്ടറാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുഖം കഴുകും. കാരണം നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ആകും, പ്യുവർ വാട്ടർ ആയതുകൊണ്ട്. ആ വെള്ളം നമുക്ക് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഈ ക്രീമും കുന്തൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ സ്കൂബ ആണെന്നുണ്ടെങ്കിൽ പുറത്തൂടെ ഓടി നടന്നു കേട്ടോ. പക്ഷെ ഞാനങ്ങ് വിടുകയും ചെയ്തു. കാരണം കയ്യിലും കാലിലൊന്നും ഒരു പൊടിയും പറ്റത്തില്ല, നല്ല മണ്ണുമാണ് കേട്ടോ അവിടുത്തെ. അത് കഴിഞ്ഞ് ചാരുമായിട്ട് കുറേ അവിടെ നിന്ന് അവിടുത്തെയൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് ചാരുവിന് വാങ്ങിയ സാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടോ. അവിടെ അപ്പോൾ ഇരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു പഴമ സ്റ്റൈലും പിന്നെ കുഞ്ചും ചാരുമായിട്ടുള്ള ആ ഒരു വർത്താനവും ആ ഒരു സ്നേഹമൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞേ. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങുമായിരുന്നു പോവാനായിട്ട്. ചാരുവിന് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്ന വഴി നമ്മളൊരു താമരക്കുളം കണ്ടു കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ താമരമുട്ടൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ വൈക്കത്തെ വീട്ടിലോട്ട് പോവാണേ. ഓക്കെ, ബൈ.